മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് പാദമുദ്ര. രാജശില്പി, യുഗപുരുഷൻ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ആർ സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ഇത്. അച്ഛൻ കാരണം മകനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം മോഹൻലാലിന് ആ വർഷത്തെ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ആ സിനിമ സംവിധാനം ചെയ്തതിലേക്ക് താൻ എത്തിയതിനെക്കുറിച്ചും മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും മനസ്സ് ദുഃഖിക്കുകയാണ് സുകുമാരൻ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുകുമാരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സിനിമയിലെ പ്രധാന വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് നെടുമുടി വേണുവിനെയായിരുന്നു. അദ്ദേഹം വന്നാൽ നന്നാവുമെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. കഥ പറഞ്ഞ ഉടനെ അദ്ദേഹം ചെയ്യാമെന്നിട്ടു. എന്നാൽ തിരിച്ച് തിരുവനന്തപുരത്തെത്തിയ ഉടനെ ജർമ്മനിയിൽ നിന്നും തനിക്ക് നിർമ്മാതാവിൻ്റെ കോൾ വന്നു. നെടുമുടി വേണു പറ്റില്ല, മോഹൻലാൽ ആണെങ്കിൽ നോക്കാമെന്ന്. അങ്ങനെ നെടുമുടി വേണുവിനെ കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോഹൻലാൽ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, തനിക്ക് എന്തെങ്കിലും വേഷം തന്നാൽ മതി. അതിനുശേഷമാണ് മോഹൻലാലിനെ ചെന്ന് കാണുന്നത്. മോഹൻലാൽ ഉള്ള സെറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഷോട്ടിൻ്റെ ഇടവേളയിൽ കസേരയിൽ കുമ്പിട്ട് ഇരിക്കുകയാണ്. മോഹൻലാലിന് തന്നെ പരിചയമില്ലാത്തതിനാൽ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം, ഒരു സിനിമയുണ്ട്, ലാൽ ചെയ്താലേ ശരിയാകൂ, മറ്റാരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ വന്നത് എനിക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ്. ലാൽ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന് മോഹൻലാൽ കൊടുത്ത മറുപടി. എൻ്റെ കഥ കേട്ടാൽ ലാൽ ഡേറ്റ് തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ലാൽ കുനിഞ്ഞിരിക്കുകയാണ്, മുഖത്ത് പോലും നോക്കുന്നില്ല. എന്താണ് കഥയെന്ന് ചോദിച്ചു. ഒരു ജാരപുത്രൻ്റെ ആത്മസംഘർഷത്തിൻ്റെ കഥയാണെന്ന് താൻ പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. നാളെ എന്നെ വന്ന് കാണൂ എന്ന് പറഞ്ഞു. കോവളത്തേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ ഇറങ്ങുമ്പോഴാണ് താൻ വീണ്ടും മോഹൻലാലിനെ കാണാൻ ചെല്ലുന്നത്. വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ കഥ പറഞ്ഞു കേൾപ്പിച്ചു. കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഡേറ്റ് കൊടുത്തവരോട് സംസാരിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നു. ദൂരെ നിന്ന് എന്നെ കണ്ട ഉടനെ മോഹൻലാൽ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ആരും ഡേറ്റ് തരാൻ തയ്യാറാകുന്നില്ല, എനിക്ക് 3 മാസം സമയം നൽകാമോ? അതിനുശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു പോന്നു. അതിനിടെ അദ്ദേഹത്തിന് ബാക്ക് പെയിൻ വന്നു. ചികിത്സയ്ക്കെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സ്ക്രിപ്റ്റും ലൊക്കേഷനും എല്ലാം തയ്യാറായി. പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമയം കിട്ടില്ലായിരുന്നു. അത് ഗുണമായി. അങ്ങനെ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുകയായിരുന്നുവെന്ന് ആർ സുകുമാരൻ പറയുന്നു.